ഹലോ, ഇറ്റ്സ് മീ രഞ്ജിറ്റി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യാലിറ്റി വേറെ ഒന്നുമല്ല, ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ ഒരു പിറന്നാൾ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മേൻ്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ അതേ ചേച്ചി വരുന്നുണ്ട് കേട്ടോ. ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് വയ്യെങ്കിലും ആൾ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. രാമായണ മാസം ആയതുകൊണ്ട് അമ്മ ദേ ശീബോധി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. രാമായണം ഉണ്ട്, രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും എല്ലാം ഒരു ഫോട്ടോ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ കല്ലും ഇങ്ങനെ തന്നെയാണ്. അച്ഛനതേ അവിടെ ഫോണത്തോണ്ടിരിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ അമ്മയുടെ പിറന്നാളിൽ അമ്മ കഷ്ണങ്ങൾ അരിയുന്നു. ഗൈസ് അങ്ങനെ ഞാനിതേ അമ്മേനെ സഹായിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പയറുണ്ടായിരുന്നു, പയറുപ്പേരിക്ക് ഇതേ പയർ അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. അത്ര വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പിന്നാലാവുന്നത് ഞാൻ അമ്മേനെ സഹായിക്കണ്ടേ. അപ്പം ഞാനിതിവിടെ പയർ അറിയാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അവിയൽ കുട്ടന്മാരിതേ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ചു വെച്ച് വേവിക്കണം. അതിൻ്റെ സൈഡിൽ ഇതേ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ അതേ ഇവിടെ വന്നിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാത്ത നല്ല അടിപൊളി സാമ്പാറാണ്. അമ്മയുടെ തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അവിയൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയ പയറുപ്പേരി. ഹലോ, അമ്മ അവിടെ അവിയൽ ഇളക്കുന്നുണ്ട്. ഞാൻ പായസത്തേക്കുള്ള പാല് വരെയാക്ക. അമ്മേന്റെ പിറന്നാളിന് അമ്മ തന്നെ അവിയൽ ഉണ്ടാക്കും അല്ലേ അമ്മ? പാൽപ്പൊടി കൂട്ടണോ? തിളപ്പിച്ചല്ലേ? പച്ചയ്ക്ക് വെള്ളത്തിൽ പൊട്ടിച്ചു. ഇന്ന് വേണേൽ ചായക്ക് ഇരുന്ന് പൊട്ടിച്ചിട്ടെടുത്തു. സേമിയ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കൂടുതൽ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ചെറിയ നൈസായിട്ടുള്ള കുഞ്ഞു സേമിയാണ്. അത് അത്യാവശ്യമുണ്ട്. അതിന് വേറെന്തോ പേര് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കത് അറിഞ്ഞൂടാ. അപ്പം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണേ. അപ്പം നമ്മൾ സേമിയ എന്തേ കുനുകുനാന്ന് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടോ. വലിയ റിസ്ക് ഒന്നുമില്ല. ഒന്ന് അമർത്തി പപ്പടം പിടിക്കുന്ന മാതിരി പിടിക്കാനുള്ള പണിയുള്ളേ. അമ്മയും കൂടെ കൂടിയിട്ടോ, കാരണം ഞാൻ പൊട്ടിക്കുന്ന പറ്റ നൈസായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും കൂടെ കൂടിയേ. പായസത്തിനുള്ള പാല് അടി പിടിക്കാതെ ഇളക്കാൻ എന്നെ ഏൽപ്പിച്ച അമ്മ ഒരു സാധനം വാങ്ങാൻ വേണ്ടി. നെയ്യില്ലായിരുന്നു, നെയ്യ് വാങ്ങാൻ വേണ്ടി തറവാട്ടിക്ക് പോയതാണ്. വരുമ്പോഴേക്ക് അടി പിടിക്കുമെന്നൊക്കെ ദൈവത്തിന് അറിയാം. എന്തായാലും എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഞാൻ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പായസത്തിനുള്ള പാൽ അതേ തിളച്ചു വന്നിട്ട് ഇനി നമുക്ക് സേമിയം കുറച്ചായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അടി കട്ടി പിടിക്കാതെ കുറച്ചായിട്ട് ഇങ്ങനെ സേമിയ ഇട്ട് കൊടുക്കുക കേട്ടോ. അമ്മയാണ് ഇളക്കണത്, ഞാൻ സേമിയ ഇട്ട് കൊടുക്കുക പ്ലസ് വീഡിയോ കൊടുക്കുക. രണ്ടും കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പായസം ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് ചേച്ചിപ്പെണ്ണ് വന്നത് കേട്ടോ. ചേച്ചിപ്പെണ്ണത് അച്ഛനും അമ്മയ്ക്കും കൂടെ ലഡ്ഡും കൊണ്ടൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മുടെ രസവും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സദ്യയിലേക്ക് ഒരു അച്ചാറിന്റെ കുറവുണ്ടായതുകൊണ്ട് അമ്മയുടെ പൂട്ടി വെച്ച കടുമകയുടെ പാത്രം ഇവിടെ തുറക്കപ്പെടുകയാണ്. കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്, ചൊകാന്നിരിക്കുന്നുണ്ട്. അവൻ്റെ അമ്മോ. അങ്ങനെ ഞങ്ങൾ ഇതേ 4 പേരും കൂടെ ഇലയിട്ട് വിളമ്പി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അമ്മേൻ്റെ പിറന്നാളായാലും അമ്മയ്ക്ക് അമ്മ തന്നെ വിളമ്പി തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ അമ്മ എന്നെ വിളമ്പണത്. അല്ലാണ്ട് അമ്മേനെ കൊണ്ട് വിളമ്പിക്കുന്നല്ല, അങ്ങനെ ആരും വിചാരിക്കരുതേ. അങ്ങനെ ദേ നല്ല ഒന്നാം തരം സദ്യ കഴിച്ചതിൻ്റെ ഹാങ് ഓവറാണ് എല്ലാവരുടെയും മുഖത്തുള്ളത് കേട്ടോ. ഇലയൊക്കെ അതേ വൃത്തിയാക്കിയിട്ടുണ്ട്. ചോറൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അമ്മയ്ക്ക് മിക്കവാറും വൈകുന്നേരത്തേക്ക് ഒന്നും കൂടെ വെക്കേണ്ടി വരും. അച്ഛൻ ദേ ചോറ കൊണ്ട് കൈ കഴുകി കേട്ടോ. ഞങ്ങളത് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പായസം ഇലയിൽ ഒഴിച്ചായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലോണം അത്യാവശ്യം ഫുഡ് അടിച്ച് കയറ്റിയതുകൊണ്ട് തന്നെ ഇനി ഒരു ഉറക്കം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അടുത്ത വ്ലോഗിൽ കാണാം.